നമസ്കാരം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം കടുക്കുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുകയും ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ മോദി സർക്കാരിന്റെ വമ്പൻ തന്ത്രപരമായ നീക്കം. ഉയർന്ന അളവിൽ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എഥനോൾ പെട്രോളിന് ഏർപ്പെടുത്തിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. പെട്രോൾ 22% മുതൽ 30% വരെ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്കാണ് ഈ വമ്പൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ബുധനാഴ്ച പുറത്തിറങ്ങിയതായി പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ എണ്ണക്കപ്പലുകൾ തടഞ്ഞതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ. പുതിയ വിജ്ഞാപനം പ്രകാരം പെട്രോൾ 22%, 25%, 27%, 30% എന്നീ ക്രമത്തിൽ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്കാണ്, അഥവാ E22, E25, E27, E30 എന്നീ ഇന്ധനങ്ങൾക്കാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കി നൽകിയിരിക്കുന്നത്. വെറും അടിസ്ഥാന എക്സൈസ് ഡ്യൂട്ടി മാത്രമല്ല, ഇന്ധനങ്ങൾക്ക് മേൽ ഈടാക്കിയിരുന്ന റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്, കാർഷിക ഇൻഫ്രാസ്ട്രക്ചർ സെസ് എന്നിവയും സർക്കാർ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. നികുതികൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതോടെ പമ്പുകളിൽ ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഈ പെട്രോളിന് വലിയ രീതിയിൽ വില കുറയാൻ കാരണമാകും. ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കായി വിപണിയിൽ E85 പെട്രോൾ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് സാധാരണക്കാർക്കും വണ്ടിക്കാർക്കും വലിയ ആശ്വാസമാകുന്ന ഈ പുതിയ പ്രഖ്യാപനവുമായി പെട്രോളിയം മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഭാരതം. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 90% വിദേശ രാജ്യങ്ങളിൽ നിന്നും കപ്പൽ മാർഗമാണ് എത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തുകയും ഇതിന് തിരിച്ചടിയായി ഇന്ധന കപ്പലുകൾ കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യം അടയ്ക്കുകയും ചെയ്തതോടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നതോടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയ ശേഖരമാണ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിലേക്ക് കളം മാറ്റി ചവിട്ടിയത്. കരിമ്പിൽ നിന്നും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന എഥനോൾ പെട്രോളിൽ വൻതോതിൽ കലർത്തുന്നതിലൂടെ വിദേശ നാണയം സംരക്ഷിക്കാൻ മാത്രമല്ല, രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനും സാധിക്കും. ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപഭോഗം വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് മോദി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന പുതിയ വാഹനങ്ങളെല്ലാം ഇത്തരം എഥനോൾ പെട്രോളിൽ ഓടിക്കാൻ പാകത്തിലുള്ള ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളോടെയാണ് പുറത്തിറങ്ങുന്നത്. നികുതി ഇളവ് വഴി വില കുറയുന്നതോടെ സാധാരണക്കാർ ഇത്തരം ഇന്ധനങ്ങളിലേക്ക് അതിവേഗം മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും പശ്ചിമ ഏഷ്യയിൽ അതിഭീകരമായ രീതിയിൽ യുദ്ധസമാനമായ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കേണ്ടതുണ്ട് ഇന്ത്യയെപ്പോലുള്ള രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇറക്കുമതിയെ ഇന്ധന മേഖലയിൽ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ എഥനോൾ ധാരാളമായി അടക്കിയ ഇന്ധനത്തിന് ഇന്ത്യ സെസ് പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.